शान्तकमलनयनं योगविद्यानगम्यं वन्दे विष्णुभवभयहरं सर्वलोकैकनाथं शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं सर्वेभ्यो देवेभ्यो महामनिषोऽशिष्टप्रार्थनां समर्पयामि. നമ്മുടെ വലിയ ഒരു ആഘോഷം തന്നെ എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു അവസരം കിട്ടാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്ര കണ്ട് അത് ധരിപ്പിച്ചു കൊണ്ടുപോകും നമുക്കറിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ തറവാടിന്റെ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തെ അറിയിക്കുകയാണ്. നമ്മുടെ ഭദ്രദീപം കൊളുത്തൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി ഒരു പരിമിതി ഇതെല്ലാം വെച്ചുകൊണ്ടുണ്ടാക്കിയ നമ്മുടെ ആരാധനാലയങ്ങൾ ആധുനികവൽക്കരിക്കപ്പെടണമെന്നത് ഒരു പൊതുചിന്തയായി നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ അമ്പലങ്ങളും ഇതുപോലുള്ള തറവാട് ആസ്ഥാനങ്ങളുമെല്ലാം കുറേ ദിവസക്കാലമായി ഇങ്ങനെയുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഈ നവീകരണത്തിലെല്ലാം ജനങ്ങൾ ഒറ്റക്കെട്ടായി ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും യോജിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൻ്റെ ഈ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഒരു കാലത്ത് ജാതീയമായ ഉച്ചനീചത്വങ്ങളാണ് നമ്മെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചത്. ആ ഉച്ചനീചത്വങ്ങൾ ഇങ്ങനെ ഉയർന്ന ജാതിക്കാരൻ, താഴ്ന്ന ജാതിക്കാരൻ, തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയൊരു ദുരന്തമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത് ദീർഘകാലമുണ്ടായി ആ പ്രക്രിയ. പക്ഷെ ഈ ആധുനിക കാലത്ത് ജാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇപ്പോൾ ഇല്ല എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പ്രക്ഷോഭങ്ങൾ കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള ഇടപെടലുകളുണ്ട്. പ്രത്യേകതയുള്ളൊരു ഒരേ ഭൂപ്രദേശത്ത് ഒരു സ്ഥലത്തുള്ളവരുടെ രണ്ടാമത്തെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ നിയമമാണ്. ഒരു വലിയ വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെ മുഴുവൻ ആ നിയമം പാസാക്കി ഒരു ദശകങ്ങൾ പിന്നിട്ടപ്പോൾ ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ മുമ്പന്തിയിൽ വന്നു. ഇന്ത്യ ഡിജിറ്റൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ അത് നമ്മളാണ്. ആളുകളുടെ കയ്യിലും ഫോണുണ്ട്, അത് സ്മാർട്ട് ഫോണുണ്ട്. അപ്പോൾ സാക്ഷരതയും നമ്മൾ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. നല്ല ജോലി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് നോക്കാതെ ഡോക്ടർ. അതിൻ്റെ ഫലമായി നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളി സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ിലേക്ക് പോയവർ അവിടെ നിന്ന് അവരധ്വാനിച്ച് പണമുണ്ടാക്കി നമുക്ക് തിരക്ക് കാരണം പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനത് അതുപോലെ തന്നെ ഒരുപാട് പള്ളികൾ എല്ലാ ജാതി മതസ്ഥരും ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ഉത്തരമലബാർ. ഈ നാട്ടിൽ ഒരുപാട് കലകളുണ്ട്. പൂരക്കളി അക്കാദമിയുടെ ചെയർമാൻ കൂടിയാണ് ശ്രീ കെ കുഞ്ഞിരാമൻ. യക്ഷഗാനത്തിൻ്റെ നാടാണ്. ഒരുപാട് സാഹിത്യ നായകന്മാർക്ക് ജന്മം കൊടുത്തൊരു നാട്. രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യുണ്ട്, കിഞ്ഞണ്ണറിയുണ്ട്, വിദ്വാൻ കേളുനമ്പ്യാരുണ്ട്, ടി
കുട്ടമത്തുണ്ട്, മഹാകവി പി കുഞ്ഞിരാമൻ നായരുണ്ട്. ഒരു നാടിനെ സമ്പുഷ്ടമാക്കുന്നത് നദീതടങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പശ്ചിമഘട്ടത്തിൽ നിന്ന് 44 നദികൾ ഉത്ഭവിക്കുന്നു. എല്ലാ നദികളും സമുദ്രത്തിലേക്കാണ്. അതിൽ 12 നദികൾ കാസർഗോഡിൻ്റെ വരദാനമാണ്. ചന്ദ്രഗിരി പുഴയുണ്ട്, തേജസ്വിനി പുഴയുണ്ട്, പയസിനി പുഴയുണ്ട്, മധുവാഹിനി പുഴയുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ സംസ്കൃതി, സംസ്കാരം, ഇതൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നതിൻ്റെ പല ഘടകങ്ങളിൽ ഒന്നാണത്. ഞാനൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല ഇവിടെ പങ്കെടുക്കുന്നത്.